ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ പൂജവെപ്പിന് വേണ്ടിയിട്ട് പോവാണ്. ഞാനും തുമ്പമ്മയും വൈശാട്ടും ഇപ്പോൾ പോണേ ഉള്ളൂ കേട്ടോ. അല്ലൂട്ടൻ അമ്മയുടെ കൂടെ നേരത്തെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നോക്കി ഇവിടുത്തെ ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെ മൈൻഡ് ഭയങ്കര കാമാക്കുന്ന ഒരു ആംബിയൻസ് ആണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. സാധാരണ നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും പൂജയ്ക്ക് പോകുമ്പോൾ ഇത്രയും ആൾക്കാരുണ്ടാവാറില്ല. ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതാ മൊട്ടും ദൈവവും ഒക്കെ തിരിച്ചു പോവാണ് കേട്ടോ. ഇത് വൈശാട്ടിൻ്റെ ചേച്ചീൻ്റെ മക്കളാണ്. അല്ലൂട്ടൻ വലിയ കൊള്ളം ഓരോ കൂടെ വീട്ടിലേക്ക് പോയി. ഓൻ്റെ വിചാരം ഒരാടെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഒരു വേഗം പോവുകയും അല്ലൂട്ടൻ ശശിയായി ഇപ്പോൾ വീട്ടിലാണുള്ളത്. കല്യാണിയും ഹേസും ഉള്ളതുകൊണ്ട് അവിടെ നിന്നോളൂ. കുറേ പേര് ഇതാ നമ്മളെടുത്ത് വന്ന് സംസാരിച്ചു, വീഡിയോ കാണുന്ന കാര്യം പറഞ്ഞു. ആൻഡ് നമ്മൾ അറിയാത്ത പോലെ അവർക്ക് തോന്നണേ ഇല്ല. കുറേ നമ്മൾ വീട്ടിലുള്ള ഒരാൾക്കാരുടെ അടുത്ത് എങ്ങനെയാണോ പെരുമാറുക അതുപോലെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതായിരുന്നു പരിപാടി. ഇത് നമ്മുടെ വീടിനടുത്തുള്ളൊരു മോളാട്ടോ. അപ്പോൾ അവൾക്ക് എൻ്റെ നെയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര മുഖമൊന്നും തരുന്നില്ല, ഞങ്ങൾ അറിയില്ല എന്നുള്ള മട്ടാണ്. പക്ഷേ കളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ കേട്ടോ. വ്യാമനില്ലത്തെ വ്യാമന നമ്പൂതിരി പോയി നമ്മളെ കെട്ടിയോടെ നിൽക്കണ കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തൊഴുതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പടം ഇങ്ങോട്ട് വന്നു. നമ്മളെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. പറഞ്ഞിട്ട് അല്ല, അമ്പലക്കാർ നമ്മളെ പിടിച്ച് പുറത്താക്കുമെന്ന് വിചാരിച്ചു ഞാൻ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാം. ദൃശ്യച്ചീനെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ, ഫോളോ ചെയ്ത് സഹായിക്കും. എന്തായാലും ഓള് പറഞ്ഞല്ലേ, നിങ്ങൾ ചെയ്തോളി കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളി. അങ്ങനെ ഇത് അമ്പലത്തിലൊക്കെ തൊഴുത് ബുക്കൊക്കെ വെച്ച് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി അവിടെ നിന്ന് ആ പ്രസാദമൊക്കെ വാങ്ങിച്ച് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകട്ടെ. തുമ്പിക്ക് ആദ്യം ഭയങ്കര ഒരു ഡിമാൻഡൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും വന്ന് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് സംസാരിക്കാനൊക്കെ ചെറിയ മടി. ഞങ്ങൾ ഇന്ന് പുതിയ കമ്മലൊക്കെ ഇട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ച് ഹുങ്കും ഉണ്ട്. ചെറുതായിട്ട് പെണ്ണിന് വേദനയായിട്ടുണ്ടായിരുന്നു പുതിയ കമ്മലിട്ടപ്പോൾ. അതിൻ്റെ കുറച്ച് വാശിയൊക്കെ ഉണ്ടായിരുന്നു വന്ന പാടും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് സെറ്റായിട്ടോ. എല്ലാവരുടെ അടുത്തും മെല്ലെ മെല്ലെ പോകാനൊക്കെ തുടങ്ങി. ഒരു ഉമ്മയൊക്കെ കൊടുക്കാനും ഒന്ന് എടുക്കാനും ഒക്കെ ഒന്ന് എല്ലാവരെയും ഒന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്തു. അതല്ലെങ്കിൽ അങ്ങനെയാണ്, ഒന്ന് കമ്പനി ആയി കഴിഞ്ഞാൽ തലയിൽ കയറി നിരങ്ങും. ഇല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് എല്ലാവരെയും അലോ ചെയ്യൂല കമ്പനി ആവാൻ വേണ്ടിയിട്ട്. എനിക്ക് പേഴ്സണലി ഒരുപാട് സന്തോഷവും ആൻഡ് ഞാൻ ഒരുപാട് പ്രൗഡും ആവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഏതോ ഒരു മൂലയ്ക്ക് ജീവിക്കും നമ്മൾ, പക്ഷെ നാലാൾ അറിഞ്ഞ് നമ്മൾ എവിടെ പോയാലും മിനിമം ഒരാളെങ്കിലും വന്ന് സംസാരിക്കും. അത് ഇന്ന മാത്രമല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ പാച്ചുവച്ചനാണെങ്കിലും ഉഷമ്മ, റീനമ്മ, ഉണ്ണിയച്ഛൻ, അതുപോലെ അശ്വനി, കല്യാണി, ഇവരൊക്കെ ഇപ്പോൾ വൈശാഖേട്ടൻ ആര് പുറത്ത് പോയിണ്ടെങ്കിലും നമ്മൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ വന്നൊന്ന് സംസാരിക്കും. അപ്പോൾ ഇവരും തിരിച്ച് വന്ന് പറയും, ദൃശ്യം നിന്നെ ഇങ്ങനെ ഇന്ന ആൾ ചോദിച്ചിരുന്നു, ഇന്ന ആൾ ചോദിച്ചിരുന്നു മുമ്പൊക്കെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ ഞാനിത് ഏട്ടൻ്റെ കൂടെ വണ്ടിയിൽ തിരിച്ചു പോകാൻ നിന്ന ആളാണ്. പക്ഷേ ഇവർ പറഞ്ഞു വാ നമ്മളെ കൂടെ നടന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ കൂടെ നടന്നു പോകാൻ കേട്ടോ. ശരിക്കും ഈ ചാനലൊന്നും തുടങ്ങിയില്ലായിരുന്നു എങ്കിൽ ഇപ്പം വീടിനടുത്തുള്ള 1-2 ആൾക്കാർ അറിയുന്നതിന് പകരം ഇപ്പം നമുക്ക് എത്ര ദൂരമുള്ള ആൾക്കാർ നമ്മളെ അറിയുന്നില്ലേ, അതന്നെ വലിയൊരു സന്തോഷമല്ലേ. ഞാൻ നേരത്തെ പറയാം കേട്ടോ. എന്നാല് ഇതിപ്പോ ഞാൻ ഏട്ടൻ്റെ കൂടെ വണ്ടിയിൽ കയറി പോയിരുന്നെങ്കിൽ ഈ ഒരു സന്തോഷം കിട്ടില്ലായിരുന്നു. എല്ലാവരുടെയും കൂടെ സംസാരിച്ചുകൊണ്ട് വീട് വരെ ഇതാ അങ്ങനെ നടന്നു. മാച്ചാണല്ലോ. അല്ലൂട്ടനും ഓരൊക്കെ കണ്ട് അന്താളിച്ച് നിൽക്കാൻ കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.